അതിനകത്ത് ബാത്തുള്ള വണ്ടിക്ക് അതുപോലെ മാറ്റ്, മഡ് ഫ്ലാപ്പ്, സ്റ്റിയറിംഗ് ഗ്രിപ്പ്, സൈഡ് ബീഡിംഗ്, റെയിൻ ഗാർഡ്, സീറ്റ് കവർ, ബോഡി കവർ അങ്ങനെയുള്ള ആക്സസറീസ് ഒക്കെ മാക്സിമം ഡിസ്കൗണ്ടിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. എല്ലാ ഡിസ്കൗണ്ടിലായിരിക്കും കൊടുക്കുക. അതിനകത്ത് ഒന്നുകൊണ്ട് പേടിക്കണം. അത് മാത്രമല്ല വണ്ടിക്കകത്തുള്ള ഈ പറയുന്ന ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണെങ്കിൽ ശരി എല്ലാ കളറും അവൈലബിൾ ആണ്. നോ പ്രോബ്ലം. എല്ലാ രീതിയിലും നമുക്ക് വൈറ്റ്, സിൽവർ, ഗ്രേ, റെഡ്. ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു സോളോ വില്ലേജ്. നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പ് ഇൻഡെക്സ് യൂസർ എന്ന് പറയുന്ന ഷോറൂമിലാണ്. അതായത് ഇന്ന് ഒരുപാട് ഓഫറുകളുള്ള വണ്ടികളുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാനായിട്ട് നമുക്ക് രാജ്മോഹൻ ചേട്ടനെ പരിചയപ്പെടാം. നമസ്കാരം. സുഖം തന്നെ? കുറെ നാളെ കണ്ടിട്ടില്ലേ? തീർച്ചയായിട്ടും. അപ്പം ഈ പ്രാവശ്യം നമ്മളെ കാണാൻ പോകുന്നത് മാത്രമല്ല, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓഫർ ഉണ്ടായിട്ടാണ് ഈ പ്രാവശ്യം തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ ഇതാണ് നമ്മളെ എക്സ്പ്രസോ എന്ന് പറയുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉള്ള ഏറ്റവും വലിയൊരു വണ്ടി. അതിനകത്ത് ബേസ് മോഡൽ എന്ന് പറയുമ്പോഴത്തെ എക്സ്പ്രസോയ്ക്ക് ഈ മാസം നമ്മൾ 5,39,000 രൂപയ്ക്ക് വണ്ടി ഇറങ്ങും. ബേസ് മോഡൽ 5,39,000 ഇറങ്ങും എന്ന് പറഞ്ഞാൽ അതിനകത്ത് AC പവർ സ്റ്റിയറിംഗും ഓൾറെഡി എയർ ബാഗും മറ്റു കാര്യങ്ങളുള്ള 5,39,000 രൂപയ്ക്ക് ഈ വണ്ടി ഇറങ്ങുന്നതായിരിക്കും. അതിനകത്ത് ബാത്തുള്ള വണ്ടിക്ക് അതുപോലെ മാറ്റ്, മഡ് ഫ്ലാപ്പ്, സ്റ്റിയറിംഗ് ഗ്രിപ്പ്, സൈഡ് ബീഡിംഗ്, റെയിൻ ഗാർഡ്, സീറ്റ് കവർ, ബോഡി കവർ അങ്ങനെയുള്ള ആക്സസറീസ് ഒക്കെ മാക്സിമം ഡിസ്കൗണ്ടിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. എല്ലാ ഡിസ്കൗണ്ടിലായിരിക്കും കൊടുക്കുക. അതിനകത്ത് ഒന്നുകൊണ്ട് പേടിക്കണം. അത് മാത്രമല്ല വണ്ടിക്കകത്തുള്ള ഈ പറയുന്ന ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണെങ്കിൽ ശരി എല്ലാ കളറും അവൈലബിൾ ആണ്. നോ പ്രോബ്ലം. എല്ലാ രീതിയിലും നമുക്ക് വൈറ്റ്, സിൽവർ, ഗ്രേ, റെഡ്, ബ്ലൂ അങ്ങനത്തെ എല്ലാ കളറിലും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ രീതിയിലും. കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫറിലാണ് ഈ പ്രാവശ്യം കൊടുക്കാതിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു വണ്ടിയുള്ളൂ ഇപ്പൊ നമ്മൾ എക്സ്പ്രസോ ആണ് കൂടുതൽ നിൽക്കുന്നത്. കൂടെ നമുക്ക് സെലീരിയോ വണ്ടി എടുത്തിട്ടുണ്ടോ? സെലീരിയോ ഉണ്ട്. അതിനകത്ത് മാക്സിമം സെലീരിയോ എന്ന ബേസ് മോഡൽ തന്നെ ഇറങ്ങുമ്പോഴത്തേക്കും സെലീരിയോ 5,91,000 രൂപയ്ക്ക് ഈ മാസം 35,000 ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. ബേസ് മോഡൽ 5,90,000 എന്ന് പറഞ്ഞാൽ 3 കൊല്ലം വാറണ്ടി ഉൾപ്പെടെയുള്ള റേറ്റാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അഡീഷണൽ എക്സ്ട്രാ പറഞ്ഞിട്ട് നമ്മൾ അഡീഷണൽ കൊടുക്കാം. നോർമലി ഉള്ള വാറണ്ടി എന്ന് പറഞ്ഞാൽ 5,91,000 രൂപയ്ക്ക് 3 കൊല്ലം വാറണ്ടി ഉൾപ്പെടെ അത്യാവശ്യം ആക്സറീസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ട് നമുക്ക് 5,91,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. രണ്ട് വണ്ടി. അപ്പോൾ അങ്ങനെ 2 വണ്ടിയാണ് അവൈലബിൾ. ബാക്കിയുള്ള വണ്ടിയിൽ മാർക്കറ്റിൽ എല്ലാം അവൈലബിൾ ആണ്. വണ്ടിക്ക് അത് ഓൾട്ടോ കേട്ടുണ്ട്, സെലീരിയോ, സ്വിഫ്റ്റ്, വാഗണർ. ഇത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇയർ ബാഗ് വണ്ടികൾ എന്ന് വെച്ചാൽ 2024 മോഡലിന്റെ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഡിസംബറിലെ പ്രൊഡക്റ്റ് ചെയ്ത സാധനങ്ങൾ നമുക്ക് ഈ പറയുന്ന ബ്രസ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഒരു 50,000-60,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും കൂടാതെ ആക്സറീസ് ഓഫറും ഒക്കെ ഉള്ള വണ്ടികൾ കിടപ്പുണ്ട്. റെഡ് കളർ, കൂടുതൽ റെഡ് കളറാണ് നമുക്ക് കിടക്കുന്നത് അവൈലബിൾ. അത് എല്ലാം അത് VXi, ZXi അങ്ങനെയുള്ള വണ്ടികൾ അത്യാവശ്യം വണ്ടികളെല്ലാം കിടപ്പുണ്ട്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ മാസം പറഞ്ഞാൽ ബെസ്റ്റ് ഓഫറാണ്. കാരണം മാർച്ച് കഴിഞ്ഞുള്ള ഓഫറുണ്ട്. അങ്ങനെ ഡിലേ ഒന്നുമില്ല. അതേ ഓഫർ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. കാര്യങ്ങൾ മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് അതുപോലെ ഏത് വണ്ടിക്കും. അപ്പം അരീന വണ്ടിയാണെങ്കിലും നെക്സ വണ്ടിയാണ്. അപ്പം നെക്സ വണ്ടിയാണെങ്കിൽ ഇഗ്നിസ് ആണെങ്കിലും ബെലേനോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഗ്രാൻഡ് വിറ്റാരോ അങ്ങനെയുള്ള ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് എല്ലാ വണ്ടിയും മാക്സിമം ക്യാഷ് ഡിസ്കൗണ്ടും എല്ലാ ആക്സറീസും മറ്റ് ഓഫറും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഓക്കെ, എക്സ്പ്രസ് സംബന്ധിച്ചിടത്തോളം അതിനകത്ത് LXi, VXi, VXi പ്ലസ് അങ്ങനെ 3 വേരിയൻ്റാണ് വരുന്നത്. LXiക്കകത്ത് AC പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, ABS, CBD മറ്റു കാര്യങ്ങളൊക്കെ വരും. രണ്ടാമത്തെ മോഡലെന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഫ്രണ്ട് ആൻഡ് പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം വരും. ടോപ്പിൻ്റെ വേരിയൻ്റ് ആകുമ്പോഴത്തേക്കും അതിനകത്ത് ടച്ച് സ്ക്രീനും പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൾറെഡി പാർസൽ റേ, മിറർ അഡ്ജസ്റ്റ്മെന്റ് മറ്റു കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും VXi എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ കാറ്റഗറിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എക്സ്പ്രസോയ്ക്ക് സംബന്ധം 5,39,000 രൂപയ്ക്ക് വണ്ടി ഇറങ്ങുമ്പോൾ ഏകദേശം 30,000 രൂപ 30-40 രൂപ വെച്ച് ഓരോ കാറ്റഗറിയിലും വ്യത്യാസം വരുന്നത് മാത്രമേ ഉള്ളൂ. വണ്ടികളെല്ലാം ഉണ്ട്, റെഡി സ്റ്റോക്ക് മറ്റു കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ ആക്സറീസിന്റെ കാര്യത്തിൽ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും. അതുകൊണ്ട് ഈ എക്സ്പ്രസ് സംബന്ധിച്ചിടത്തോളം നമുക്ക് വണ്ടി ഇഷ്ടംപോലെ കിടപ്പുണ്ട്, അവൈലബിൾ ആണ്. എല്ലാ കളറും അവൈലബിൾ ആണ്. കളറിന് വ്യത്യാസത്തിന് അങ്ങനെ വേറെ റേറ്റിന് വ്യത്യാസമൊന്നുമില്ല. അതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ബാങ്കുമായിട്ട് എല്ലാ ബാങ്കുകളും നമ്മൾ ടൈപ്പാണ്. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പം നാഷണലൈസ് ബാങ്കാണ് 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് 7 കൊല്ലത്തേക്ക് 1,607 രൂപ വരത്തുള്ളൂ അടവ്. 1 ലക്ഷം രൂപയ്ക്ക് 1,607 രൂപ അടവ്. പെർ ലാക്കിന് അടവ് 7 കൊല്ലത്തേക്ക് 1,607 രൂപ അടവ് വരത്തുള്ളൂ. അത് 7 ഇയർ കിട്ടും. ഡിമിനിഷിംഗ് റേറ്റ് ആണ്. ഇടയ്ക്ക് നമ്മൾ കിട്ടുന്ന അനുസരിച്ച് നമുക്ക് മുതലും പലിശ ചെറുതായിട്ട് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ ഡിമിനിഷിംഗ് റേറ്റുള്ള ഏകദേശം ബാങ്ക് ഓഫ് ഇന്ത്യ, SBI പോലുള്ള റേറ്റിനകത്ത് 8.95 നമുക്ക് ഈ ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും വലിയ കാര്യം അതാണ്. ഏറ്റവും വലിയ കാര്യം രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇത് സെലീരിയോ ആണ്. ഈ സെലീരിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് LXi, VXi, ZXi പ്ലസ് അങ്ങനെ 4 വേരിയൻ്റാണ് ഉള്ളത്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. അത് ബേസ് മോളിൽ തന്നെ ഏകദേശം എന്ന് പറഞ്ഞാൽ 5,91 വരും. ഏകദേശം 10-30-40 രൂപയ്ക്കകത്ത് അഡീഷണൽ വരുമ്പോൾ VXi വരും. തൊട്ട് ഏകദേശം 30 രൂപയുടെ വ്യത്യാസത്തിനാണ് ചെയ്യുന്നത് ZXi. പിന്നെ അങ്ങനെ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആകുമ്പോഴത്തേക്കും അതിനകത്ത് ടച്ച് സ്ക്രീൻ മറ്റു കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വരുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിങ്ങിനകത്ത് ഓഡിയോ കൺട്രോൾ സിസ്റ്റം, അതിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, മറ്റു കാര്യങ്ങളെല്ലാം വരും. അത് ZXi പ്ലസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതേ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ ആയിരിക്കും ഏത് ബേസ് മോഡൽ തൊട്ടാണെങ്കിലും ടോപ്പ് ആൻഡ് വേരിയൻ്റാണെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ആയാലും നമുക്ക് മാക്സിമം ഫിനാൻസ് മറ്റു കാര്യം ഏകദേശം അത് എക്സ്പ്രസോയ്ക്കൊക്കെ ഒരു 70 രൂപ അടച്ചാൽ മതി, ബാക്കി മൊത്തം ഫിനാൻസ് കിട്ടും. അതിനൊക്കെ എക്സ്പ്രസോയ്ക്കും ഏകദേശം നമുക്ക് 70 രൂപ 60 രൂപ അടച്ചാൽ മതി, ബാക്കി മൊത്തം ഫിനാൻസ് കിട്ടും. ഞാൻ പറഞ്ഞില്ല നമുക്ക് എല്ലാ രീതിയിലും കസ്റ്റമർക്ക് ഏത് രീതിയിൽ വരുന്ന കസ്റ്റമർ ആണെങ്കിലും ഇപ്പം
ഞാൻ പറഞ്ഞു നാഷണലൈസ് ബാങ്കിൽ ലോൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ട്രാൻസാക്ഷൻ ഏകദേശം ഒരു 6 മാസം ട്രാൻസാക്ഷൻ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ കാര്യം ക്ലിയർ ചെയ്യുന്നത്. സിബിൽ സ്കോർ നോക്കുന്നു, അല്ലാതെ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെന്നോ അങ്ങനെ നോക്കുന്നില്ല, ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണെന്നില്ല. ഓൾറെഡി നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള ഇപ്പം നോർമലി ഉള്ള നമുക്ക് സിബിൽ സ്കോർ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് അതിനകത്ത് ആധാർ പാൻ കാർഡ് മറ്റു കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം തുച്ഛമായ ചെറിയ രീതിയിലുള്ള ഡോക്യുമെന്റ് അനുസരിച്ച് തന്നെ നമുക്ക് നാഷണലൈസ് ബാങ്ക് തന്നെ ലോൺ ചെയ്യാൻ പറ്റിയ സംവിധാനം നമ്മളിലുണ്ട്. അതുകൊണ്ട് കാര്യം അതുകൊണ്ട് അവൈലബിൾ ആണ്, എല്ലാ വേണം. അത് മാത്രമല്ല ഇൻ കേസ് നമുക്ക് അത് അവിടെ കിട്ടിയില്ലെങ്കിൽ അതേ റേറ്റിൽ തന്നെ നമുക്ക് മറ്റുള്ള ബാങ്കിൽ ചെയ്യാൻ പറ്റും. ഏകദേശം ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏകദേശം എന്താ പറയുക ICICI ബാങ്ക് ഉണ്ട്, HDFC ഉണ്ട്, മഹീന്ദ്ര സുന്ദരം, ശ്രീരാമുള്ള ഏത് ഫിനാൻസ് കസ്റ്റമർ ചോയ്സ് ഉണ്ട്. കസ്റ്റമർക്ക് ഇഷ്ടം അനുസരിച്ചുള്ള ഫിനാൻസ് കസ്റ്റമർ ചോയ്സ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്കത് ഏത് രീതിയിലും നമുക്കത് അവൈലബിൾ ആണ്. എല്ലാ എക്സിക്യൂട്ടീവ്സും നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ഏത് വിളിച്ചാലും വെളിപ്പുറത്ത് തന്നെ നമുക്ക് ആൾക്കാരുണ്ട്. ഈ ബെല്ലണയുടെ പ്രൈസ് തീർച്ചയായും ബെല്ലണയ്ക്ക് പ്രൈസ് നമ്മൾ പറയുന്നതായിരിക്കും. അതിനകത്ത് ബെല്ലനെ സംബന്ധിച്ചിടത്തോളം സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ അങ്ങനെ 4 വേരിയൻ്റാണ് വരുന്നത്. അതിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 7,59,000, ഓഫറിലങ്ങ് 7,59,900 രൂപയ്ക്ക് വണ്ടി ഇറങ്ങും. സിഗ്മ എന്ന് പറയുന്ന മോഡൽ അത് ഏകദേശം 1 ലക്ഷം രൂപ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡെൽറ്റ എന്ന് പറയുന്ന മോഡൽ അതിന് 1 ലക്ഷം രൂപയാണ്, സീറ്റ 1 ലക്ഷം രൂപ, അങ്ങനെ ഓരോ ലക്ഷം രൂപയുടെ വ്യത്യാസം മാത്രമാണ് വ്യത്യാസമുള്ളൂ. അതിനകത്ത് ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ അതിനകത്ത് 6 എയർ ബാഗ് വരും. ബേസ് മോളിൽ തന്നെ ഇപ്പോൾ 6 എയർ ബാഗ്, പിന്നെ അത് കഴിഞ്ഞിട്ട് AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നതായിരിക്കും. ബേസ് മോളിൽ തന്നെ രണ്ടാമത്തെ ഇവിടെ മ്യൂസിക് സിസ്റ്റം, ടച്ച് സ്ക്രീൻ, സ്റ്റിയറിംഗിനകത്ത് ഓഡിയോ കൺട്രോൾ സിസ്റ്റം, മിറർ ഇൻഡിക്കേറ്റർ മറ്റു കാര്യങ്ങളും, പിന്നെ വീൽ കപ്പ് മറ്റു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മൂന്നാമത്തെ പേരിനകത്ത് പറയുമ്പോഴത്തേക്കും അതിനകത്ത് സിൽവർ അലോയ്സും പുഷ് ബട്ടൺ സ്റ്റാർട്ടും മറ്റു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ടോപ്പ് ആൻഡ് പേരിനകത്താണെങ്കിൽ DRL LED മറ്റു കാര്യങ്ങളുള്ള എല്ലാ സാധനങ്ങളും വരും. കൂടാതെ കഴിഞ്ഞാൽ ബാക്കിലത്തെ റിവേഴ്സ് ക്യാമറ മറ്റു കാര്യങ്ങൾ 360 ക്യാമറ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, അങ്ങനെ ടോപ്പ് ആൻഡ് പേരിനകത്ത് എല്ലാം വരുന്നതായിരിക്കും. ബേസ് മോളിൽ തന്നെ ഞാൻ പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞത് ബേസ് മോളിനകത്ത് 4 ഡോർ പവറിൻ്റെയും 6 എയർ ബാഗ് ഉൾപ്പെടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ ഒരു സെറ്റ് ഉണ്ട്, സെറ്റില്ല സെൻട്രൽ ലോക്കും ഈ അത്യാവശ്യ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 4 ഡോർ പവറിൻ്റെ സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് കണക്കെ ഞാൻ നേരത്തെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 1 ലക്ഷം രൂപ അടച്ചാൽ മതി. ബാക്കി മൊത്തം നമുക്ക് ഫിനാൻസും മറ്റു കാര്യങ്ങളും പെർ ലാക്കിന് നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് 1607 രൂപ അടവ് വരുത്തുള്ളൂ. 7 കൊല്ലത്തേക്ക് ലോൺ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ നാഷണലൈസ് ബാങ്കിനാണ്, ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള ബാങ്കുകൾക്കാണ് കിട്ടുന്നത്. പിന്നെ അതോ അല്ലെങ്കിൽ നമുക്കൊരു 100 രൂപ വ്യത്യാസം അങ്ങോട്ട് കൊണ്ട് ചെറിയ വ്യത്യാസമല്ല, പ്രൈവറ്റ് ബാങ്കോട്ട് ചെറിയ രീതിയിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അതേ തന്നെ അതിൻ്റെ ഡിമിനിഷൻ റേറ്റ് തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏത് ഡോക്യുമെന്റ് നോക്കിയതിന് ശേഷം നമുക്ക് ഈ രീതിയിലുള്ള കസ്റ്റമർ നോക്കിയിട്ട് നമുക്ക് ഫിനാൻസ് ഒക്കെ ചെയ്യും. ആക്സറീസിൻ്റെ കാര്യത്തിൽ മേടിക്കണം, നമ്മളെ വിളിക്കട്ടെ, നമ്മൾ മാക്സിമം ആക്സറീസിൻ്റെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും ശരി, അരീനയുടെ എല്ലാം ആണ്, ഫ്രോൺസ് ആണെങ്കിലും ശരി, ഇഗ്നിസ് ആണെങ്കിലും ശരി, അല്ലെ ഗ്രാൻഡ് വിറ്റി ആണെങ്കിലും ശരി, അങ്ങനെയാണെങ്കിൽ മറ്റു കാര്യം ഏതാണെങ്കിലും. ഇപ്പോൾ ഞാൻ പറഞ്ഞ അരീന ഷോറൂമിനെ സംബന്ധിച്ചിടത്തോളം സ്വിഫ്റ്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആണ്. അതിനകത്തും ബേസ് മോളിൽ തന്നെ ഇതേ ഇഗ്നിസിൻ്റെ ഈ പറയുന്ന ബെലനയുടെ ഫീച്ചേഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ 4 ഡോർ പവറിൻ്റെയും സെൻട്രൽ ലോക്കും എയർ ബാഗ്, ABS, EBD മറ്റേ 6 എയർ ബാഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബേസ് മോഡൽ എടുക്കുന്ന കസ്റ്റമർക്ക് തന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. അഡീഷണൽ മ്യൂസിക് സിസ്റ്റം കൂടെ മാത്രം ചെയ്താൽ മതി. അതൊക്കെ നമ്മൾ മാക്സിമം ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വണ്ടികളെല്ലാം അവൈലബിൾ ആണ്. കസ്റ്റമർ ഒന്ന് വിളിക്കട്ടെ, എല്ലാത്തിനും ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് അവൈലബിൾ ഉണ്ട്. അത് നെക്സ്റ്റ് ആണെങ്കിലും ശരി, അരീനയാണെങ്കിലും ശരി, എല്ലാ വണ്ടികളും റെഡി സ്റ്റോക്ക് ഉണ്ട്. നമ്മളെല്ലാം അത്യാവശ്യം വണ്ടി എല്ലാം റെഡി സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ഓൾറെഡി നമ്മളെ ചന്ദനത്തോപ്പിലാണ് നമ്മളെ ലൊക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. ഒന്ന് വിളിക്കട്ടെ, നമ്മൾ എല്ലാത്തിനും ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്യാം. എവിടുന്ന് വിളിച്ചാലും, കേരള എവിടുന്ന് വിളിച്ചാലും നമുക്ക് ഇൻഡസ് മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം അത്രയും വൈഡായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഏകദേശം ഡീലർഷിപ്പുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് കസ്റ്റമർ എവിടെ വിളിച്ചാലും നമുക്ക് അവൈലബിൾ ആണ്. ഏത് സ്ഥലത്തു നിന്ന്, ഏത് ഡീലർഷിപ്പിൽ നിന്ന്, ഏത് സ്ഥലത്തു നിന്ന് പോയി നമുക്ക് കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, കുഴപ്പമില്ല. ഓക്കെ, ഓക്കെ. അപ്പോൾ അച്ഛാ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ഈ കാണുന്ന നമ്പറെ വിളിക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.